ഹായ്, ഇസ് മൈ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. കൂലി ട്രെയിലർ അങ്ങനെ കാത്തിരിപ്പിന് ഒടുപ്പിൽ കൂലിയുടെ ട്രെയിലർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം ഏകദേശം അരമണിക്കൂർ കൊണ്ട് 1 മില്യൺ വ്യൂസും കടന്ന് 1.2K കമൻസും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് യൂട്യൂബിൽ കൂലി ട്രെയിലർ. 7 മണിക്കാണ് അണിയർ പ്രവർത്തകർ കൂലിയുടെ ട്രെയിലർ പുറത്തുവിട്ടത്. ട്രെയിലർ ലോഞ്ച് ഇവൻറ്റ് ചെന്നൈയിൽ നടക്കുന്നു. അപ്പം ഏതായാലും കൂലി ട്രെയിലർ കണ്ടപ്പോൾ രജനീകാന്തിൻ്റെ സ്റ്റൈലിൽ തന്നെ പറയുകയാണെങ്കിൽ തരമാണ് സംഭവം എന്ന് തന്നെ പറയാം. കാരണം അടിപൊളി ട്രെയിലറായിട്ടുണ്ട്. ഒരു എന്താ പറയുന്നത്, എല്ലാവരും ചർച്ചയാണ് 1000 കോടി അടിക്കുമ്പോൾ തമിഴ് സിനിമയുടെ ആദ്യത്തെ 1000 കോടി കളക്ഷൻ നേടുന്ന സിനിമയായിരിക്കും എന്നൊരു ഇതുണ്ട്. ഇത് കാണുമ്പോൾ തോന്നുന്നു, ട്രെയിലർ കണ്ടപ്പോൾ തന്നെ തോന്നുന്നു മിക്കവാറും റെക്കോർഡുകളൊക്കെ തമിഴ് സിനിമയിലെ റെക്കോർഡുകളൊക്കെ പഴങ്കഥകളാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓഫ് കോഴ്സ് സൂപ്പർ സ്റ്റാറാണ്, റെക്കോർഡ് മേക്കറാണ്, റെക്കോർഡ് ബ്രേക്കറാണ്. രജനീകാന്തിൻ്റെ കാര്യമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അതോടൊപ്പം ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന ലെവലിലാണ് ഇത് എടുത്തിരിക്കുന്നത്. കാരണം മലയാളത്തിൽ നിന്നും സൗബിന്, കന്നഡയിൽ നിന്നും ഉപേന്ദ്ര, തെലുങ്കിൽ നിന്നും നാഗാർജുന, ഹിന്ദിയിൽ നിന്നും സാക്ഷാൽ അമീർ ഖാൻ, അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ സിനിമാ ലോകത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ 1000 കോടിക്കുള്ള സ്കോപ്പൊക്കെ കാണുന്നുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ ഒരു അടിപൊളി ട്രെയിലർ. അപ്പോൾ അതുപോലെ തന്നെ ലോകേഷിൻ്റെ വയലൻസും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ലോകേഷ് ചിത്രത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ട്രെയിലറിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കും BGM എല്ലാം കൂടെ ആകുമ്പോഴേക്കും ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് സൂപ്പർ സ്റ്റാറിൻ്റെ ആ ഒരു എനർജറ്റിക് പെർഫോമൻസും സ്റ്റൈലും. ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ സൗബിനെയൊക്കെയാണ് കാണിക്കുന്നത്. സൗബിൻ്റെ ആ ചിരിയും കാര്യങ്ങളും. പിന്നെ ശ്രുതിഹാസനുണ്ട്. ശ്രുതിഹാസനും രജനീകാന്തും ആദ്യമായിട്ടായിരുന്നു തോന്നുന്നു ഒന്നിച്ച് അഭിനയിക്കുന്നത്. അതായത് രജനീകാന്തും കമലഹാസൻ്റെ മോളും. അതോടൊപ്പം സൗബിന്, സത്യരാജ്, ഉപേന്ദ്ര, നാഗാർജുന, അമീർ ഖാൻ, അങ്ങനെ നീണ്ട കാസ്റ്റിംഗാണ് ചിത്രത്തിലുടനീളം, ട്രെയിലറിലുടനീളം കാണുവാനായിട്ട് സാധിച്ചു. ഏതായാലും ആഗസ്റ്റ് 14 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ചിത്രത്തിന് വെല്ലുവിളിയായിട്ട് പാർട്ട് 2 ഉണ്ടെങ്കിലും ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ 1000 കോടി അടിക്കാനുള്ള ചാൻസൊക്കെ കാണുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. നോർത്തിൽ അമീർ ഖാന് നല്ല റോളൊക്കെ ആണെങ്കിലും നോർത്തിലൂടെ പടം കൊളുത്തി കഴിഞ്ഞാൽ ഓട്ടം ഈസി ആയിട്ട് 1000 കോടി കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സൗത്ത് ഇന്ത്യ പറയേണ്ട കാര്യമില്ല, രജനിയുടെ കോട്ടയാണ്. ഓഫ് കോഴ്സ് മറ്റ് താരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഓൾറെഡി സൗത്ത് ഇന്ത്യ നല്ല മാർക്കറ്റാണ് രജനിക്ക്. ഏതോ ഓവർസീസ് പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ എങ്ങനെയായാലും 1000 കോടിക്കുള്ള വകുപ്പ് സ്കോപ്പ് കാണുന്നുണ്ട്. ഏതായാലും ഒരു അടിപൊളി ട്രെയിലറാണ് ലോകേഷ് കനകരാജ് ഇപ്പോൾ പുറത്തുവിട്ടത്. ഏതായാലും ട്രെയിലർ കണ്ടപ്പോൾ ഒന്നാണ് ചോദിക്കാൻ തോന്നുന്നത്, എന്നടാ ലോകി പണി വെച്ചിരിക്കുകയെന്ന്. ഏതായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ആഗസ്റ്റ് 14 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ഏതായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ചിത്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രജനീകാന്തിൻ്റെ എനർജറ്റിക് പെർഫോമൻസും സ്റ്റൈലും കാര്യങ്ങളുമൊക്കെ ഈ ഒരു വയസ്സിലും 75-ാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളുമൊക്കെ അതിനെയായിരിക്കും മെയിൻ ഹൈലൈറ്റ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. പിന്നെ രജനിയും അമീർ ഖാനും കൂടെയുള്ള സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമെന്ന കാര്യത്തിൽ, നോർത്തിലും പടം കയറി കൊടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സിറപ്പാണ്, തറമാണ് സംഭവം. ആഗസ്റ്റ് 14 സംഭവം ഇറക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.